കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി തള്ളി. കേസിൽ തുടരന്വേഷണമില്ല. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. KV രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ആ കുടുംബത്തിന്റെ ആവശ്യം നമ്മൾ കേട്ടതാണ്. അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിൽ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് അവരുടെ ഹർജി കോടതി തള്ളിയത്? അറിയാതെ നവീൻ ബാബുവിൻ്റെ ഭാര്യയാണ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നത്. ഇതുവരെ നടന്ന അന്വേഷണം തൃപ്തികരമല്ല. പോലീസ് പ്രതികളെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അന്വേഷണത്തിൽ നിരവധി ലൂപ്പ് ഹോളുകളാണ്. കുറ്റപത്രം നേരത്തെ തന്നെ സമർപ്പിക്കപ്പെട്ട കേസാണ്. കുറ്റപത്രത്തിലുടനീളം പഴുതുകളാണ്. പ്രതികൾക്ക് അനുകൂലമായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഭാര്യ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ നേരത്തെ തന്നെ വാദം പൂർത്തിയായി ഇന്ന് വിധി പ്രസ്താവിക്കുകയാണ് ഉണ്ടായത്. ഈ ഹർജി തള്ളുന്നു എന്നാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 പറഞ്ഞിട്ടുള്ളത്. അതായത് കുടുംബം ആവശ്യപ്പെട്ടതുപോലെയുള്ള തുടരന്വേഷണം ഇതിൽ ആവശ്യമില്ല. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തന്നെ മുന്നോട്ട് പോകട്ടെ, മറ്റു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് നിലവിൽ വന്നിട്ടുള്ള നടപടി. കേസിൽ കുറ്റപത്രം നൽകി നേരത്തെ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ആരംഭിച്ചതാണ്. ഇനിയിപ്പോൾ കേസിൻ്റെ നടപടികളെല്ലാം തന്നെ തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് നടക്കുക. ദിവസം PP ദിവ്യ കോടതിയിൽ ഹാജരായി വിധി പറയുന്നത് കേട്ട് കോടതിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ കേസിൻ്റെ നടപടികൾ ഇനി ആരംഭിക്കുന്ന സമയത്ത് PP ദിവ്യ അവിടെയും കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പിന്നീട് മേൽക്കോടതിയിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്നുകൂടിയാണ് PP ദിവ്യ, കേസിലെ പ്രതിയായ PP ദിവ്യ വ്യക്തമാക്കുന്നത്. കേസിലുടനീളം പ്രശ്നങ്ങൾ, അന്വേഷണത്തിലുടനീളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ ഏതായാലും കോടതി തള്ളിയിട്ടുള്ളത്. കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് PP ദിവ്യയുടെ അഭിഭാഷകന്റെ പ്രതികരണമായി ലഭ്യമായിട്ടുള്ളത്. ശരി.